കെ രമയും ഉമാ തോമസും ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി. വടകരയിൽ UDFന്റെ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് അവരുടെ വാർത്താ സമ്മേളനം പൂർത്തിയായത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി റിയാസ് KMR ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. റിയാസ്, അതായത് ഈ സൈബർ ആക്രമണങ്ങളെ പൊതുവിൽ ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു എതിർപ്പ്, സൈബർ ആക്രമണങ്ങളെ എതിർക്കുന്നു, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ എതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് UDFന്റെ കൃത്യമായ പ്രതിരോധമാണ് തീർത്തത്. അതായത് പോലീസ് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല, എല്ലാവരും ഇതിന് സമാനമായി സൈബർ ആക്രമണങ്ങൾ നേരിടുകയാണ്. ഈ രീതിയിലായിരുന്നു രമയുടെയും ഉമാ തോമസിൻ്റെയും പ്രതിരോധം. എന്തൊക്കെയാണ് അവർ വിശദീകരിച്ചത്? അജിംഷാദ്, പ്രധാനമായും അവർ പറഞ്ഞത് ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കില്ല, അത് അംഗീകരിക്കാനാവില്ല. അത്തരം നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണം. അതിൽ രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. മാത്രമല്ല, മാർച്ച് 27-ന് മട്ടന്നൂർ പോലീസിന് ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ശൈലജ ടീച്ചർ ഒരു പരാതി നൽകിയിട്ടും എന്തേ അതിലൊരു തുടർ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല? കേരളത്തിൽ പൊതുവെ പൊതുരംഗത്തുള്ള സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താനും ഉമാ തോമസും അടക്കം അതിൽ ഇരയാണ്. അതുകൊണ്ട് തന്നെ ഈ കെ ശൈലജ പറഞ്ഞ വാക്കുകൾ അത് എന്തായാലും അവരുടെ ആ ഒരു സൈബർ ആക്രമണത്തോട് പൂർണ്ണമായും അവർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് ഈ ഉമാ തോമസ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ വടകരയിൽ പ്രതിഫലിച്ചിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാണോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് എങ്ങനെയാണ് രമ വിശദീകരിക്കുന്നത്? എന്താണ് അതിന് നിദാനമായി അവർ പറഞ്ഞത്? അത് അവർ പറയുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഇപ്രകാരമാണ്. കാരണം അതായത് വ്യാജ പ്രചരണം നടത്തിയത്, ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, ന്യൂമാഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാജ പ്രചരണം നടത്തി എന്നതിൻ്റെ പേരിലാണ്. അതായത് മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പേരിൽ കെ ശൈലജയുടെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട്, സമൂഹ മാധ്യമത്തിൽ അവർ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ന്യൂമാഹിയിൽ ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ പ്രചരണം പോലും ശരിയായ നടപടിയല്ല, പക്ഷേ എങ്കിൽ കൂടിയും അതാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോഴും ഈ CPIM-ഉം കെ ശൈലജയും പറയുന്ന അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം അത് ഇതുവരെയായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ആ അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ തെളിവ് സഹിതം പോലീസിനൊരു പരാതി നൽകാൻ ഇടതുപക്ഷം തയ്യാറാകുന്നില്ല? അങ്ങനെയെങ്കിൽ അത് തെളിവായി നൽകിക്കൊണ്ട് പോലീസ് അത്തരം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? മാത്രമല്ല, കെ ശൈലജ പറഞ്ഞത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ അങ്ങനെ ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബ ഗ്രൂപ്പുകളിൽ ആരാണ് പ്രചരിപ്പിച്ചത് എന്ന് കൃത്യമായി വ്യക്തമാകാവുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? ആ അശ്ലീല വീഡിയോ എന്തുകൊണ്ട് പോലീസിന് മുൻപിൽ ഹാജരാക്കി കൃത്യമായ രീതിയിലുള്ള ഒരു തെളിവ് നൽകാൻ ഇടതുപക്ഷം തയ്യാറാകുന്നില്ല എന്ന് ചോദിക്കുന്നു. അത് പ്രധാനമായും കെ ശൈലജയുടെ വീഡിയോ, അപ്പോൾ സംശയിക്കേണ്ടത് കെ ശൈലജയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന വാദം അതൊരു ഗൂഢാലോചനയാണ്, അത് CPM കേന്ദ്രങ്ങളിൽ നിന്നുമുണ്ടായ ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കേണ്ടി വരും. അതിൻ്റെ ഒരു കാരണമായി കെ രമ പറയുന്നത് അത് TP കേസ് ഇവിടെ വടകരയിൽ ചർച്ചയായിരുന്നു. തുടക്കത്തിൽ ഉള്ള കോടതി വിധി, CPM നേതാക്കൾക്കെതിരെ അടക്കമുള്ള കോടതി വിധി ഇവിടെ ചർച്ചയായിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് PPE കിറ്റിലടക്കം അഴിമതി നടത്തിയെന്ന UDFന്റെ ആരോപണം അത് ചർച്ചയായിരുന്നു. കൂടാതെ പാനൂരിലെ ബോംബ് സ്ഫോടനം സംബന്ധിച്ച കാര്യവുമെല്ലാം തന്നെ ചർച്ചയായപ്പോൾ അതിന് പ്രതിരോധം തീർക്കാൻ CPM കേന്ദ്രങ്ങൾ ഒരുക്കിയ ഒരു ഗൂഢാലോചനയായി ഈ കെ ശൈലജയ്ക്കെതിരായ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന പ്രചരണത്തെ സംശയിക്കേണ്ടി വരുമെന്ന് കെ രമ പറയുന്നു. പറഞ്ഞു വരുമ്പോൾ കെ ശൈലജയ്ക്കെതിരായുള്ള പ്രചരണം എന്ന് പറയുന്നത് അത് വ്യാജമാണ്, അതിൻ്റെ വസ്തുതകൾ മറ്റൊന്നാണെന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇവർ രണ്ടും, അല്ലേ? സ്ത്രീകളായ രണ്ടമ്മല്ലമാരും. അതായത് കെ രമയും ഉമാ തോമസും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് കെ ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാനാവില്ല. അപ്പോഴും ഈ വ്യാജ അശ്ലീല വീഡിയോ എന്നുള്ളത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയിക്കേണ്ടതുണ്ട്. കാരണം അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ആഭ്യന്തര വകുപ്പിൽ നിന്നും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവായിട്ട് കൂടി കെ ശൈലജയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ കെ ശൈലജ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൂടിയാണെന്ന ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നു. അജിംഷാദ്, ശരി, എന്തായാലും ഈ